ബൂമറങ്ങൾ. ഇതിന്റെ പേരും ഇതിന്റെ പോസ്റ്ററും കണ്ടപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഇതെനിക്ക് വാണപ്പടമാണെന്ന്. എന്നാലും ഞാൻ യോഗി ബാബു ഉള്ളതുകൊണ്ട് സിനിമ ഞാൻ കണ്ടു. അപ്പം സിനിമ തുടങ്ങുന്നതിന് 2 മിനിറ്റിന്റെ ഒരു കാർട്ടൂൺ വീഡിയോ ഉണ്ട്. ഡയറക്ടർ പറയുന്ന ഒരു കാര്യം, ഇങ്ങനെ ഡയറക്ടറിന് പ്രൊഡ്യൂസറെ കിട്ടുന്നു, പക്ഷെ സിനിമയുടെ കഥയൊന്നും ആയിട്ടില്ല. പക്ഷെ പുള്ളി എന്തൊക്കെ തട്ടിക്കൂട്ടി ചെയ്യുന്നു. റിവ്യൂവേഴ്സും ഓഡിയൻസും പ്രൊഡ്യൂസറൊക്കെ ചോദിക്കുന്നു ലോജിക്ക് എവിടെയെന്ന്. ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ ലോജിക്ക് നോക്കി ആരും നിൽക്കണ്ട, കോമഡി മാത്രം നോക്കിയാൽ മതി എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ഒരു സംഭവം കണ്ടപ്പോഴേക്കും എനിക്ക് അത്യാവശ്യം നല്ലൊരു ക്രിയേറ്റിവിറ്റി ഫീൽ ചെയ്തു. കൊള്ളാം, നല്ലൊരു നൈസ് സാധനം. ഞാൻ വിചാരിച്ചെന്നാൽ സിനിമയും ഇതേപോലെ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നല്ല അപരാധം പിടിച്ച മൂഞ്ചി സാധനമായിരുന്നു. ശോകം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് തൂറി എറിയാനാണ് തോന്നിയത്. അങ്ങനത്തെ ഒരു മൂഞ്ചി പടമായിരുന്നു ഇത്. യോഗി ബാബു ഇല്ലായിരുന്നെങ്കിൽ ഞാനിത് വഴി തലേ വെക്കില്ലായിരുന്നു. യോഗി ബാബു സ്ഥിരം സിനിമകളുള്ളപ്പോൾ തന്നെ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ബാക്കിയുള്ളവരൊക്കെ എൻ്റെ ദൈവമേ, റോബോ ശങ്കറൊക്കെ കുറേ സിനിമകളിൽ വെറുപ്പിക്കുകയായിരുന്നു. ഈ സിനിമയിലാണെങ്കിൽ ഹൾക്കിൻ്റെ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് എന്തൊക്കെയോ വാണത്തരം കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മാർവലിലെ കുറേ തോറ്, അയൺമാൻ ആരൊക്കെയൊക്കെയോ വേഷം കെട്ടി എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട്. ഓവിയനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓവിയനൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കയറുന്ന വെച്ചിട്ടായിരിക്കും, പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, വെറും വേസ്റ്റ് ആയിരുന്നു. അതേപോലെ തന്നെ അത് റഷ്യൻ ആയിട്ടുള്ളൊരു സ്പൈ പെണ്ണുണ്ട്. ആ പെണ്ണ് ഇങ്ങനെ സീൻസിന്റെ ഇടയ്ക്ക് ഇവളുടെ ഡയലോഗല്ല, വേറെ ആരുടെ ഡയലോഗോ, പക്ഷെ ഇവള് പുറകെ കിടന്നിട്ട് എന്തൊക്കെയോ പൊട്ടം കളിക്കുക, വേറെ എന്തൊക്കെയോ നോക്കി ചിരിക്കുക, കളിക്കുക, എന്തൊക്കെയൊക്കെയാ. ഒന്നും ആരും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. എഡിറ്റർക്ക് പോലും മനസ്സിലായില്ലെന്ന് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് അതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സിനിമയുടെ അവസാനം ബൂമറങ്ങൾ എന്ന് പറഞ്ഞിട്ട് ശക്തിമാനൊക്കെ കാണിക്കുന്നുണ്ട്. എന്താ ഉദ്ദേശിച്ചെന്നൊരു പിടുത്തവും. അതും പോരാഞ്ഞിട്ട് ഇതിന് സെക്കൻഡ് പാർട്ട്. ഇതൊക്കെ ആര് സെക്കൻഡ് പാർട്ട് എടുക്കാനാ? ഞാൻ ആ പ്രൊഡ്യൂസർ അപ്പോൾ ആ പൈസ എടുത്ത് എഫ്ഡിയിൽ ഇട്ടിരുന്നെങ്കിൽ എന്തെങ്കിലും റിട്ടേൺ കിട്ടിയേനെ. ഇനി ഇതിന് സെക്കൻഡ് പാർട്ടും കൂടി ഞാൻ എടുക്കണം. അതൊക്കെ എടുക്കാൻ പോയവനെ ഞാൻ സമ്മതിക്കണം. സെക്കൻഡ് പാർട്ടൊക്കെ ഞാൻ എടുക്കുവാണെങ്കിൽ ഒരാൾ പോലും തല വെക്കരുത് ദൈവത്തെ ഓർത്ത്. അത്രയ്ക്കും അപരാധം സാധനമാണ്. അപ്പോൾ താങ്ക് യു.